ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രിപ്പിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി റെൻറ്റിന് എടുത്താണ് കേട്ടോ. ഒന്ന് നമ്മുടെ ബർഗ്മാൻ സ്ട്രീറ്റും പിന്നെ ആക്സസ് 125. ബർഗ്മാൻ സ്ട്രീറ്റ് ഓടിച്ചിട്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി ടൂറിങ് സ്കൂട്ടർ ആട്ടോ ബർഗ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ട് വന്നാക്കണം. നമ്മൾ ഓട്ടോമൊബൈൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഓൾറെഡി റെൻറ്റിന് എടുത്തപ്പോൾ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമായിട്ടോ, ഡേ 2 ആണ് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ദിവസം അടിപൊളിയായിട്ട് ഇതൊരു ഹില്ലി ഏരിയ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ബാക്കിൽ എൻ്റെ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹിമാലയൻ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ക അഡ്വഞ്ചറിന് പറ്റിയൊരു വണ്ടി തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്കൂട്ടറുകളിൽ ഞങ്ങൾ ഓടിച്ചതിൽ ഏറ്റവും അടിപൊളി വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോകാം. നാട്ടിൽ മാക്സി സ്കൂട്ടേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ എയറോക്സ് വന്നു, അതിന് മുന്നാണ് നമ്മുടെ ബർഗ്മാൻ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ലുക്ക് കാരണം ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായില്ല. പക്ഷേ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. നമുക്കറിയാം മാക്സി സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കുന്ന സ്കൂട്ടേഴ്സും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ബർഗ്മാൻ്റെ തന്നെ കൂടിയ മോഡലുണ്ട്, അതായത് 125cc to 650cc വരെ സുസുക്കിക്ക് മോഡൽസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും കുഞ്ഞൻ മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ചെറിയ മോഡലാണ് ഇപ്പോൾ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ മോഡലാണ്. 125cc എഞ്ചിനാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 8 PS പിന്നെ മാക്സിമം ടോർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 10 Nm ടോർക്ക്. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ല ടോർക്കിയാണ്. 10 Nm ടോർക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതിങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഹില്ലി ഏരിയാസിൽ പില്ലിനും ഇത്രയും ലഗേജൊക്കെ വെച്ച് കയറുന്ന സമയത്ത് വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ എത്രത്തോളം സ്പീഡ് ക്ലോക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഇത് റെൻറ്റ് വണ്ടി ആയതുകൊണ്ട് അവർ മീറ്ററൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മീറ്ററും കാര്യങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് വണ്ടിയിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ നമ്മുടെ ആക്സസ് 125 അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വണ്ടി നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. നോക്കുന്ന സമയത്ത് വീൽ ബേസ് ഇത്തിരി കൂടുതലുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്നത് അലോയാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, കോംബി ബ്രേക്ക് ആട്ടോ വന്നിരിക്കുന്നത് അത്. അപ്പോൾ അത് അടിപൊളി ഒരു ഫീച്ചറാണ്. ഇപ്പോൾ സഡൻ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഇറക്കത്തിലും കാര്യങ്ങളിലൊക്കെ കോംബി ബ്രേക്ക് സിസ്റ്റം നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. പിന്നെ വണ്ടിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് SEPEX സുസുക്കി എക്കോ പെർഫോമൻസ്. അതുകൊണ്ട് ആ ഒരു ടെക്നോളജി ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾഡ് ആണ്, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളൊരു മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് കറക്റ്റ് അറിയില്ല, എന്നാലും ഞങ്ങൾ 100-400 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ലിറ്റർ കേട്ടോ, ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ 4 ലിറ്റർ അടിച്ചിട്ട് ഇപ്പോഴും ആ മീറ്ററിൽ ഒരു കട്ട ഇറങ്ങിയിട്ടുള്ളൂ, ഒരു കട്ടയുടെ കുറവ് മാത്രമേ ഉള്ളൂ. ഇത്ര നേരമായിട്ട് അനങ്ങിയിട്ടില്ല. പക്ഷേ ആക്സസ് ഇത് കാർബ് വേരിയൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് മൈലേജ്, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മൈലേജ് കാര്യങ്ങൾ നമ്മുടെ ബർഗ്മാനിന് കിട്ടുന്നുണ്ട്. ഏറ്റവും അടിപൊളി അട്രാക്റ്റ് ആയിട്ടുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആമ്പിള്ളേർ, നല്ല ഹൈറ്റുള്ള ആമ്പിള്ളേർക്ക് സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഫുഡ് സ്പേസ് കിട്ടാറില്ല, മുട്ട് തട്ടുന്ന ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല ടാളായിട്ടുള്ള ആളാണ്. എനിക്ക് സ്കൂട്ടർ ഓടിക്കുന്ന സമയത്തുള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലൊരു പില്ലിന് ഉണ്ടെങ്കിൽ മുട്ട് തട്ടുന്ന പ്രശ്നം. ഇതിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് സ്പേസ് ഉണ്ട്. കണ്ട, ഞങ്ങളിത് ഒരു ട്രാവൽ ബാഗ്, വേറൊരു ബാഗ്, 2 ബാഗ് കയറ്റി വെച്ചിട്ട് നമുക്ക് ടൂറിങ്ങിൻ്റെ സമയത്ത് റെസ്റ്റ് എടുത്തൊരു റിലാക്സ്ഡ് പോസ്റ്ററിൽ ഓടിക്കാൻ പറ്റും. ബിക്കോസ് കണ്ട ഫുഡ്സൊക്കെ ഇവിടെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ടെസ്റ്റിങ്ങിൻ്റെ മുകളിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ വെച്ചിട്ട് നോർമൽ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അത് അടിപൊളിയൊരു സംഭവമാണ്. ലോങ് പോകുന്ന സമയത്ത് ഒട്ടും ടയേർഡ് ആവില്ല. പിന്നെ സാധാ സ്കൂട്ടർ പോലെയല്ല, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ വണ്ടി നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ സാധാ സ്കൂട്ടറിലാണെങ്കിൽ പില്ലിയൻ സീറ്റ്, ഇപ്പോൾ നിങ്ങൾ ആക്സസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ട, ഒറ്റ സീറ്റ് സംഭവം വലിയ സീറ്റാണ്. പില്ലിന് അത്ര കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഞാനും ഇവനും ആട്ടോ ഈ സ്കൂട്ടറിൽ ഇത്ര നേരം ഓടിച്ച്. പില്ലിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് തരുന്ന. പിന്നെ സ്റ്റോറേജ് ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ട. റൈറ്റ് സൈഡിൽ തന്നെ ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ഇതേപോലെ വണ്ടി ഓടിക്കുന്ന സമയത്തില്ല, ടൂർ പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഗേജ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ട്രാവൽ ബാഗ് ഫ്രണ്ടിൽ കയറി അല്ലെങ്കിൽ ബാക്കിൽ പില്ലിനില്ലെങ്കിൽ കെട്ടി വയ്ക്കാം. പിന്നെ ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളുണ്ട് ഇട്ടുക. ഒരു പവർ ബാങ്ക്, ഫോണ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചാർജിങ്ങിനുള്ള USB പോർട്ട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് 12 വോൾട്ടും 2 എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുവരെ സപ്പോർട്ടാവും. ഗ്ലോ ബോക്സിൽ അത്യാവശ്യം സ്പേസസ് ആണ് കേട്ടോ. പിന്നെ ബാക്കിലോട്ട് നോക്കാൻ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജ് അത്യാവശ്യം ഉണ്ട്. ഇത് നോക്കിയാൽ എൻ്റെ 2 ഷൂവ്, ഹെൽമെറ്റ്. അപ്പോൾ ഇത് എത്ര ലിറ്റർ ആണെന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റ് അറിയില്ല, അത് ഞാൻ എഴുതാം. ടാങ്ക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞ പോലെ 5 ലിറ്റർ കേട്ടോ ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. വണ്ടിയുടെ മൈലേജ് വെച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്തൊരു ടാങ്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം, നോർമൽ സ്കൂട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം, മാക്സി സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൂറിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് സസ്പെൻഷൻ പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു ചാട്ടം ചാടുന്ന സമയത്തും മറ്റേ നോർമൽ സ്കൂട്ടി ആണെങ്കിൽ നമ്മുടെ കയ്യിലോട്ടൊരു അടി വരും. ഇത് നല്ല റീച്ച് ഉണ്ട് കേട്ടോ, സസ്പെൻഷൻ്റെ റീച്ച് കൂടുതലായതുകൊണ്ട് അത്യാവശ്യം അടിപൊളിയുണ്ട്. പിന്നെ ഹാൻഡിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർസൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലും സാധാ സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ പോലെ കേട്ടോ. അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രോസ്റ്ററാണ്. നമുക്ക് കുറച്ചും ഇങ്ങനെ മുന്നിലോട്ട് നീങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല.
നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടോ നമ്മുടെ ആക്സസ് 125 ഇതും തമ്മിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ് വന്നിരിക്കുന്നത് ഫോർ ബെറ്റർ കംഫർട്ട്. പിന്നെ വണ്ടിയിൽ ചെറിയൊരു വൈസർ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട ഹാൻഡിൽ ബാറിൻ്റെ ഇത്രയ്ക്ക് വരുന്നത്. ഇത് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് വലുത് വെക്കുകയാണെങ്കിൽ ടൂറിങ്ങിൻ്റെ സമയത്ത് ഹൈവേ ടൂറിങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള വിൻഡ് ബ്ലാസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടും. പിന്നെ വണ്ടിയുടെ മീറ്റർ കൺസോൾ നമുക്ക് എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ് വന്നേക്കുന്നത്. അനലോഗ് ഒന്നുമില്ല, ഫുള്ളി ഡിജിറ്റലാണ്. ടെക്കോമീറ്റർ, ഫ്യൂൽ മീറ്റർ, പിന്നെ ഇവിടെ FIലെ വാണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം ഉണ്ട്, പിന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണ്ട വാണിങ് കാര്യങ്ങൾ, സർവീസ് റിലേറ്റഡുള്ള വാണിങ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, ഇത് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച്, അങ്ങനെ 2 സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിലുള്ള സ്വിച്ചസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്, പാസ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ കിൽ സ്വിച്ചിൽ തന്നെയാണ് സെൽഫ് സ്റ്റാർട്ട് വന്നേക്കുന്നത്. അതൊക്കെ ഒരു പ്രീമിയം തന്നെ കേട്ടോ. ദെൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, ഈ ലുക്കിൽ കുറേ പേർക്ക് ഇഷ്ടമല്ല, അതിപ്പോൾ ഓപ്ഷനിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയുടെ ലുക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഓടിച്ചോടിച്ച് ഈ വണ്ടിയോട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. കണ്ട ഇൻഡിക്കേറ്ററിൻ്റെയൊക്കെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ലൈറ്റ് വന്നാക്കുന്നത് ഹാലജൻ അല്ല കേട്ടോ, LED ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് കൂടെ ബ്രേക്കിലൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഇന്നലെ രാത്രിയാണ് വന്ന്, ആ സമയത്ത് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിയിലുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളും ബൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തുണ്ട്. ബാക്കിൽ ഡിസ്കല്ല വന്നിരിക്കുന്നത്, സാധാ ഡ്രം ബ്രേക്ക് കേട്ടോ ബാക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സൈഡിലോട്ട് ഇപ്പോൾ ചിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടൂറിങ്ങിൻ്റെ സമയത്ത് കാല് ബാക്കിലോട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റ് സെപ്പറേറ്റ് എല്ലാ സ്കൂട്ടറിലും ഉള്ള പോലെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ പില്ലിയന് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതൊരു പില്ലിയനും പക്ക ടൂറിങ്ങിന് വേണ്ടിയിട്ട്, പില്ലിയന് മാത്രമല്ല പില്ലിയനും റൈഡർക്കും ഒരേപോലെ കംഫർട്ട് തരുന്ന രീതിയിലാണ് വണ്ടി ബിൽഡ് ചെയ്തിട്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ പോലെ ഇവർ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള 150cc ഒക്കെ ഇറക്കുകയാണെങ്കിൽ അല്ലെ 200cc ഒക്കെ ഇനി വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എയറോക്സ് വന്നല്ലോ, ഇപ്പോൾ സുസുക്കിൻ്റെ ഇനിയും കൂടിയ വണ്ടികൾ വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി മുതൽ മാക്സി സ്കൂട്ടേഴ്സിൻ്റെ കാലമാണ് കേട്ടോ. ഇതിൻ്റെ ഫൺ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിതേ വണ്ടി നൈസായിട്ട് റോഡിലോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഫ്ലിക്കബിലിറ്റി ഒക്കെ തരുന്ന ഒരു വണ്ടി തന്നെയാണ്. കാരണം ഹാൻഡിൽ ബാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വൈഡ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. യെസ് ഗൈസ്, അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.